നമസ്കാരം. ന്യൂസ് ചാനൽ തുറന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ബിഗ് ബ്രേക്കിംഗ് വാർത്തകളാണ്. അതായത് TVKയോടൊപ്പം കൂടുന്നതിന് വേണ്ടി AIDMK NDA സഖ്യം വിട്ടു. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പുറമെ നിന്ന് പിന്തുണക്കും, മന്ത്രിസഭയിൽ അംഗമാകില്ല. കോൺഗ്രസും TVKയെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡ് അവിടെ തമിഴ്നാട് ഘടകത്തോട് തീരുമാനമെടുക്കാൻ പറഞ്ഞു. അവരങ്ങനെ തീരുമാനമെടുത്തു. ആദ്യം 2 മന്ത്രിമാർ വേണമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അന്തിമ തീരുമാനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും എനിക്ക് മാധ്യമങ്ങളോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. ഈ വാർത്തയിൽ എന്താണ് പ്രാധാന്യമുള്ളത്? ഇതൊക്കെ പ്രതീക്ഷിച്ചതല്ലേ? അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണുന്നതല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നിത്യേന നമ്മൾ കാണുന്നുണ്ട്. ആളും അധികാരവും പണവും ഒക്കെ ഉള്ള ആളുകളുടെ കൂടെ ചേരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. MLA-മാരെയൊക്കെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന കാലമാണ്. ഇല്ലെങ്കിൽ പണം കൊടുത്ത് അവരെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പാർട്ടികളുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അധികാരമുള്ള ആളുകളുടെ കൂടെ കൂടാൻ ഒരുപാട് ആളുകളെ കിട്ടും. അതിലൊന്നും വലിയ പ്രാധാന്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പ്രാധാന്യമുള്ള ചില സംഭവങ്ങൾ തമിഴ്നാട്ടിൽ നടന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അത് നമ്മുടെ മാധ്യമങ്ങളൊന്നും കണ്ടില്ല, കാണാൻ ശ്രമിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ അത് പറയാമെന്ന് തീരുമാനിച്ചത്. ഇവിടെ മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ഘടകത്തിന്റെ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ 2 MLA-മാരുണ്ട് പാർട്ടിക്ക്. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ട് പോലും 2 പേരെ വിജയിപ്പിച്ചെടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. അങ്ങനെ 2 MLA-മാരുള്ള ആ പാർട്ടിക്കും വലിയ ഓഫറുകളൊക്കെ വന്നു വിജയിയുടെ കൂടെ കൂടുന്നതിന് വേണ്ടി. പക്ഷെ പാർട്ടി അവിടെ ഒരു നിലപാടെടുത്തു. അതായത് ഇന്നലെ സ്റ്റാലിനൊപ്പമാണ്, ഇന്ന് സ്റ്റാലിനൊപ്പമാണ്, നാളെയും സ്റ്റാലിനൊപ്പമാണ്. അധികാരം കിട്ടുമെന്ന് കാണുമ്പോൾ പഴയ കാര്യങ്ങളൊന്നും അങ്ങനെ മറക്കാൻ കഴിയില്ല. അധികാരമുള്ള ആളുകളുടെ കൂടെ കൂടാൻ കഴിയില്ല. കായിദേ മില്ലത്തിന്റെ അനുഗ്രഹം തേടി എത്തുന്ന കലൈജ്ഞരെ കുറിച്ച് പലപ്പോഴും അതൊക്കെ ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. ആ കലൈജ്ഞരുടെ മകൻ, അതായത് കരുണാനിധിയുടെ മകൻ സ്റ്റാലിനെ അങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകും. ഇവിടെ സുഖമുള്ളപ്പോൾ അല്ലെങ്കിൽ അധികാരമുള്ളപ്പോൾ സ്റ്റാലിനൊപ്പം നിൽക്കുക, അധികാരമില്ലാത്തപ്പോൾ സ്റ്റാലിനെ ഒഴിവാക്കി മറുകണ്ഠം ചാടുക എന്നുള്ള നിലപാട് അത് മുസ്ലിം ലീഗിന് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ അധികാരമുള്ളപ്പോൾ അങ്ങനെ ചാടിപ്പോകുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നൊരു നിലപാട് തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിന് അവിടെ TVKയെ പിന്തുണക്കാം, മന്ത്രിസഭയിൽ അംഗമാകാം, അല്ലെങ്കിൽ പുറമെ നിന്ന് പിന്തുണക്കാം. പക്ഷെ അങ്ങനെ അധികാരം കണ്ട് അങ്ങനെ അങ്ങ് ആരുടെയെങ്കിലും കൂടെ എടുത്തു ചാടുന്ന ഒരു പാർട്ടിയല്ല എന്ന് മുസ്ലിം ലീഗ് തമിഴ്നാട് ഘടകം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ TVKയുടെ കൂടെ ആരൊക്കെ പോയി എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അധികാരം കണ്ട് ആരൊക്കെ പോകാതിരുന്നു എന്നതിനെ കുറിച്ച് ആരും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്.